ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേന മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ചേനത ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ചേനയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതെന്ന് ഇവിടെ നോക്കാം. ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് കേട്ടോ നമ്മുടെ ചേന ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചേന ഒന്ന് ബോയിൽ ചെയ്തെടുക്കും കേട്ടോ. നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കും. ഒരു ഹാഫ് കുക്കിംഗ് വേവ് ആവുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ആദ്യം തന്നെ നമ്മൾ ചേനയിൽ ഉപ്പ് പിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ടൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്തിനാ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഹാഫ് കുക്കിംഗ് വേവായിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. നമ്മൾ പൊട്ടറ്റോയൊക്കെ സെയിം മെഴുക്ക് പുരട്ടി വെക്കില്ല, അതേ ടേസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടമാകും. സാധാരണ നമ്മൾ ചേന കിട്ടിയാൽ പുഴുങ്ങാറാണല്ലോ പതിവ്. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. മിക്ക ആൾക്കാരും ചെയ്യുന്നത് തന്നെയാണ്. എങ്കിലും അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചേന ദാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴും തന്നെ നിങ്ങൾ തീയങ്ങ് ഓഫാക്കി കളയണേ. കാരണം എന്ന് വെച്ചാൽ ചേന ഒരു ഹാഫ് കുക്കിംഗ് മതി കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോഴും തന്നെ നമ്മുടെ ചേന റെഡി ആയിട്ടുണ്ടാകും. പിന്നീട് നമുക്ക് ബാക്കി മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്ന സമയത്തും കൂടെ കുക്കാവുമല്ലോ. അപ്പോഴും നല്ലതുപോലെ ആയിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചേന കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വെന്ത് പോവല്ലേ. അപ്പോൾ നമ്മുടെ ചേനത വെന്തിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. കൂടെ നിന്ന് വേണം കേട്ടോ നമ്മൾ ചേന ബോയിൽ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുക്കായി പോകും. ഇതുപോലൊരു സ്ട്രെയിനറിൽ ഒഴിച്ചു കൊടുത്താൽ അപ്പം വെള്ളം എല്ലാം അങ്ങ് നിശേഷം വാർന്നു പോകും. ഇനി നമുക്ക് അടുത്തതായിട്ട് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. ഇനി ചൂടായ പാനിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ വേണ്ട. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ മാത്രം മതി കേട്ടോ. കൂടിപ്പോയാൽ 2 ടേബിൾ സ്പൂൺ ഇത്രയും മതിയേ. എന്നിട്ട് ഇതിനകത്തോട്ട് വലിയ ജീരകം, അതായത് പെരുംജീരകം ഉണ്ടല്ലോ, കറി മസാലയിലേക്കുള്ള ആ ഒരു പെരുംജീരകമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പേരിന് വേണ്ടി മാത്രം, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, നിർബന്ധമില്ലേ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ വലിയൊരു 4 വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഒന്ന് ചതച്ചതേ ഉള്ളേ. എന്നിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ആദ്യം ഇച്ചിരി നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടാൽ മതി കേട്ടോ. ചെറുതായിട്ട് ഇതാ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതാ വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്താണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില എടുത്ത വീഡിയോ അങ്ങ് മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. സവാള നീളത്തിന് അരിഞ്ഞതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് വഴറ്റിയെടുക്കാം സവാള ഒന്നങ്ങ് വഴന്ന് വന്നാൽ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, കാരണം നമ്മൾ ആദ്യം ആഡ് ചെയ്തായിരുന്നല്ലോ. അതായത് നമ്മൾ ചേന ബോയിൽ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ ചെറിയൊരു ടീസ്പൂണ് 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു മുളക് പൊടിയുടെ മണം മാറുന്ന വരെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേന കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചേന കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണ് കാണുന്നതെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ചേന കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഇട്ടുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത്. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി വിതറി കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി. നല്ല മണമായിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരുടെയും ടേസ്റ്റ് വ്യത്യസ്തമാണല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. കാരണം എന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത് കൊണ്ട് എരിവ് കുറവാണ്. അതുകൊണ്ടാണ് ഒരു 1/4 ടീസ്പൂണോളം ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. നല്ല ടേസ്റ്റുമായിരിക്കും. എന്നിട്ട് നല്ലതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടാകും.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി ഇത് അവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും കേട്ടോ. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്. അതിൽ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും. അതിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. എങ്കിലേ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.